ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുറേ കൂട്ടുകാർ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം. എന്നാലും കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്താൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാ രാവിലെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കെല്ലാം കത്തിച്ച്, പിന്നെ ഇന്ന് മക്കൾക്കും ആർക്കും പോകണ്ടല്ലോ, ഞായറാഴ്ചയല്ലേ. അതുകൊണ്ട് വേഗം ആദ്യത്തെ പണിയെടുത്തത് ചായ കുടിച്ചതിന് ശേഷമില്ലേ വിറകെല്ലാം കത്തിച്ചിട്ട് അരിയിടലാണ്. കുറച്ച് വേവിൽ അരിയാണ്, അതുകൊണ്ട് അത് അടക്കിടന്ന് വെന്തോളുമല്ല. പിന്നെ ദോശയാണ് രാവിലത്തെ ചായക്കില്ല പലഹാരം. ദോശയും ചട്ടണി അരക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അരിയെല്ലാം ഇട്ട് അടച്ച് വെച്ചിട്ട് വിറകെടുത്ത് വെച്ച് കൊടുത്താൽ മതിയല്ല, അതവിടുന്ന് വെന്തോളും. പിന്നെ ഇതാ ഇന്നലെ അരി ഉഴുന്നു കുറച്ച് ഉലുവയെല്ലാം ഇട്ടിട്ടാണ് ഞാൻ അരച്ച് വെക്കൽ. ഇന്ന് നല്ലപോലെ ഇങ്ങനെ അരിക്കൂട്ട് പൊന്തി വന്നിട്ടുണ്ട്. അങ്ങനെ ദോശയെല്ലാം ചുട്ടെടുക്കലാണ് കേട്ടോ. ഈ ദോശക്ക് വാഴക്കൈ കൊണ്ട് നമ്മിങ്ങനെ എണ്ണ ഈ ദോശക്കല്ലിലും കൂടി ആകുമ്പോൾ നല്ലൊരു മണല്ലേ. നമ്മളെ പഴയ ഓർമ്മയിലേക്ക് നമ്മളെ കുട്ടിക്കാലമല്ലേ, സ്കൂളിലെല്ലാം പോകുന്ന അതും നമ്മളെ അമ്മയുടെ ആ കാലത്തേക്ക് നമ്മൾ എത്തിക്കുമല്ലേ. എന്നെ അങ്ങനെയാണ് കേട്ടോ, ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട്. എന്നെ ഓരോ കാര്യം ഇങ്ങനെ ഓരോ കറികൾ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ തന്നെ പഴയ ആ ഒരു കാലത്തേക്ക് എത്തിക്കോട്ടെ. നമ്മൾ സ്കൂളിൽ പോകുന്ന ആ ഒരു ഇങ്ങനെ കുട്ടിക്കാലമല്ലേ, അതാട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ തേങ്ങയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയെല്ലാം കൂടിയിട്ട് ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് ചട്നിക്ക്. അപ്പോൾ അതിലേക്ക് കടുക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് അപ്പുറം വറുത്തിട്ട പാത്രം വെച്ചിന്. ഇങ്ങനെ അരിയോ ഇന്നും അരച്ച ദോശയാകുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലേ രാവിലെ എണീറ്റിട്ട് ഉണ്ടാക്കാൻ. ഇങ്ങനെ എന്തെങ്കിലും ചട്നിയും കൂടി ആക്കിയാൽ കടലക്കറി എൻ്റെ ഒരു മോക്ക് ഇഷ്ടമാണ്, ആക്കണമെന്ന് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ഇന്നലെ ഒന്നാമതേ കടല പുതിർക്കാനെല്ലാം വിട്ടുപോയി. അപ്പോൾ ഇന്ന് സ്കൂളൊന്നും പോകണ്ടല്ല, കറിയൊന്നും അങ്ങനെ കൊണ്ടുപോകണ്ടല്ല ചോറൊന്നും. അതുകൊണ്ട് ഞാൻ വെച്ചു ചട്നി ആകുമ്പോൾ സ്കൂളിൽ ദിവസമാണെങ്കിൽ ഞാൻ അങ്ങനെ ദോശയോ അങ്ങനെ നിങ്ങൾക്കുമ്പോൾ കടലക്കറിയോ സാമ്പാറോ എല്ലാം തന്നെ ആക്കും. ചട്നി ആകുമ്പോൾ ഉച്ചക്കേക്ക് എന്തോ ഒരു സ്മെല്ലടിക്കുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇത് കടുകും കറിവേപ്പിലയും ചുവന്നമുളകെല്ലാം നല്ലപോലെ വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സൂപ്പർ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കീറിയിട്ടുണ്ട്. അതിന് ഇങ്ങനെ മോളെ ചുരിദാറിൻ്റെ ആ ഒരു സൈഡ് ഭാഗം അതൊന്ന് അടുപ്പിച്ചതാണ് കേട്ടോ. ചെറുതായിട്ട് ഞാനിങ്ങനെ എൻ്റേത് മാത്രം ഇങ്ങനെ അടിക്കുക, മാക്സിയോ ചുരിദാറല്ലോ. ഞാനിപ്പോൾ ഇട്ട ചുരിദാർ തുണി വാങ്ങിയിട്ട് മാക്സി തുണി വാങ്ങിയിട്ട് അടുപ്പിച്ചതാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഞാൻ അടിക്കും കേട്ടോ. അങ്ങനെ അവിടെ പോകുമ്പോൾ കല്യാണം അങ്ങനത്തെ ഒന്നും അടിക്കാൻ നിൽക്കില്ല, എനിക്കതൊരു പേടിയാണ്. കുറച്ചായിട്ട് കേട്ടോ തുന്നലെല്ലാം പഠിച്ചിട്ട്. അപ്പോൾ മത്തി കിട്ടിയിട്ടുണ്ട്, അത് മുറിച്ച് വൃത്തിയാക്കി എടുത്തിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഒരുമിച്ചിട്ടിട്ട് കുടംപുളിയും കൂടി ഇട്ടിട്ട് അങ്ങനെ അടുപ്പിൽ വെച്ചതാണ്. പിന്നെ പച്ചക്കായ ഉപ്പേരിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്നത്തെ കറികളെല്ലാം ഞാൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിച്ച് അതാണ് കേട്ടോ. അപ്പോൾ പച്ചക്കായ ചെറുതായി എരിഞ്ഞിട്ടില്ല, അതിലേക്ക് ഒരു ഉള്ളിയും പിന്നെ പച്ചമുളകെല്ലാം എരിഞ്ഞിട്ടിട്ട് കാന്താരി ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി. അങ്ങനെ കടുക് വറുത്തിട്ടിട്ട് ഉപ്പേരിക്ക് വെക്കലാണ്. പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കലാണ് കേട്ടോ. ഈ മീൻകറിയും എരിവുള്ള മീൻകറി ആയിരിക്കൂലേ. അപ്പോൾ എന്തായാലും ഞാനെപ്പോൾ എല്ലാ വീഡിയോയിലും ഉണ്ടാവും ഈ പരിപ്പ് കറി. ഇവിടെ നിർബന്ധമാണ് കേട്ടോ. മക്കൾ കൊല്ലുകൊണ്ട് പരിപ്പോ തോരയോ പുളിശ്ശേരിയോ അങ്ങനെ എന്തെങ്കിലും വേണേ. അപ്പോൾ ഇങ്ങനെ കുറച്ച് എരിവ് കുറഞ്ഞ കറി, അത് പരിപ്പും ഉള്ളിയും തക്കാളിയും പച്ചമുളകെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കലാണ്. കുക്കറിൽ ഒരു വിസിൽ 2 വിസിൽ മറ്റേ ചോന്ന പരിപ്പില്ല, അതാകുമ്പോൾ ഒരു വിസിൽ തന്നെ മതി. അപ്പോൾ ഞാൻ 2 വിസിൽ വരുന്നവർ വെക്കും. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് ഒരു 3-4 ചുവന്നുള്ളിയും 2-3 വെളുത്തുള്ളിയും ചുവന്ന മുളകെല്ലാം ഇട്ട് ഇങ്ങനെ വറുത്തിട്ട് ഇങ്ങനെ കാച്ചി വെച്ചാലേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതപ്പം മീൻകറിയിലിട റെഡിയാവുന്നുണ്ട്. കുഞ്ഞ് മത്തിയാണ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ച് മത്തി എടുത്തിട്ട് പൊരിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം മത്തിക്കറി എണ്ണയും ഉലുവെല്ലാം അവസാനം കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇവിടുത്തെ അമ്മ എപ്പോൾ പറയണ്ട ഇങ്ങനെ ഇളക്കി കൊടുത്തുകൂടെ, ഇങ്ങനെ ചുറ്റിയെടുക്കണം, അത് ചട്ടി ചുറ്റിച്ചെടുക്കണം എന്ന് പറയും. അതുപോലെ ആക്കിയിരുന്നേ. അപ്പോൾ ഇതാ
കായ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കടുകും കറിവേപ്പില ചുവന്നമുളകെല്ലാം വറവാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കലാണ് കേട്ടോ. പച്ചക്കായ് ഇട്ടത് അതിലേക്ക് ഉള്ളി പിന്നെ കാന്താരി അങ്ങനെ ഇട്ടതാണ്. അരിഞ്ഞിട്ട് മുളക് പച്ചക്കാന്താരിയില്ലേ അതാണ്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഒരു നുള്ള് മുളക് പൊടി ഇട്ടേനെ. ഞാൻ ഈ മുളക് പൊടിൻ്റെ സ്ഥാനത്ത് ഇടക്കിടക്കാക്കുമ്പോൾ കുരുമുളക് പൊടി ഇടും. അങ്ങനെ എന്നും നമുക്ക് ഇട്ട് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് പലതരത്തിൽ കായ് ഉപ്പേരിയൊക്കെ ഇട്ടാൽ ഈ വറുക്കുന്നതിനില്ലേ ജീരകവും കുറച്ചിട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ്. ഇല്ല ഞാൻ ഇട്ടില്ല. പിന്നെ നമ്മളെ പരിപ്പ് കറിയുടെ 2 വിസിൽ വന്നിട്ട് ഞാൻ ഓഫാക്കിയിട്ട് ഇതാ എടുത്ത് നോക്കിയിട്ടുണ്ട്. ഉപ്പെല്ലാം കുറവാണ് കൊണ്ട് ഇട്ട് ഇളക്കി കൊടുത്തിട്ട് അതിലേക്കും അങ്ങനെ ഞാൻ ഈ പറഞ്ഞ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചുവന്നമുളകും എല്ലാം വേണമെങ്കിൽ കടുകൂട. അപ്പോൾ കറിവേപ്പിലെല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കണം കേട്ടോ. കാച്ചിയും ചെയ്യണ പറയുന്നത് നമ്മളിതിനെ കേട്ടോ. ഉള്ളി വഴറ്റിയിട്ടത് അങ്ങനെ വെച്ചിട്ട് നല്ല മണലുണ്ട് കേട്ടോ ചുവന്നുള്ളീൻ്റെ. അങ്ങനെ ആക്കിയിട്ട് അതുകൂടി പിന്നെ മക്കൾക്കെല്ലാം കുശാലാണ്. ഇന്നത്തെ കറിയെല്ലാം ഒരു നാടൻ കറികളല്ലേ. അപ്പം മത്തി കൂടി ഞാൻ പൊരിക്കാൻ വേണ്ടി വെക്കലാണ് കേട്ടോ. കുഞ്ഞു മത്തിയല്ലേ, അതുകൊണ്ട് ഇതിങ്ങനെ പറക്കി വെക്കാൻ കുറച്ച് പണിയാണല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റിൻ്റെ മത്തിയാണ്. ഇന്നലെ നമുക്ക് മത്തി തന്നെ കിട്ടിയിട്ടുണ്ടായിനി. ഞാനിടുന്ന വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഷോർട്സ് വീഡിയോ ഇടുന്നുണ്ട്, അപ്പോൾ അതും കൂടി കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം എൻ്റെ ചോറും കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട്. പപ്പടം ഉണ്ട്, ഞാനതാക്കിയിട്ടാണ്. അത് നാളെ ആക്കാം. എല്ലാം കൂടി ഒരു ദിവസം തന്നെ വേണ്ട വിചാരിച്ചോട്ടാ. അപ്പോൾ ഇനി ചോറെടുത്തിട്ട് പാത്രത്തിലേക്ക് ഇട്ടിട്ട് മേശമ്മ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വിനോദേട്ടനും മക്കളും ഞാനും എല്ലാം കൂടി അപ്പം മേശം ഇരുന്നിട്ട് ചോറുണ്ണാൻ പോക്കാന്ന് കേട്ടോ. പിന്നെ ഇതാ പരിപ്പ് കറി ഈ ബോഡിയിലേക്ക് ഒഴിച്ച് വെച്ച് അങ്ങനെ എല്ലാം നമ്മൾ മാറ്റിയിട്ട് അപ്പുറം കൊണ്ടുവച്ച് പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കിയ പാത്രമില്ല, അത് ഉച്ചക്കന്നെ ഞാൻ കഴുകിയൊക്കെ കേട്ടോ. അപ്പം നമുക്ക് വൈകുന്നേരം രാത്രി അധികം പാത്രം ഉണ്ടാവില്ല കഴുകാൻ വേണ്ടിയിട്ട്. തിന്ന പാത്രമേ ഉണ്ടാവുക. പിന്നെ ഇതും കൂടി കാലിയായി നമ്മൾ ആക്കി വെച്ച പാത്രമില്ല, അതെല്ലാം സ്റ്റീൽ പാത്രമേ അങ്ങനെ ഉണ്ടാവും. രാത്രി പാത്രം കഴുകാൻ ഒരു മടിയല്ലേ ഞാൻ ഉണ്ടാക്കിയ ചോറും കല്ലലും. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പണിയെടുക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒന്നും കൂടി പറയുന്നത് നാളെ നല്ല വിശേഷമായിട്ട് കാണുന്നത് വരെ ബൈ.